ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. നമ്മളെ രണ്ടാമത്തെ സെഷനാണ്. ഓക്കെ, ഹിസ്റ്ററിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഹിസ്റ്ററി തന്നെ ഒരുപാടുണ്ട്. കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇതാണ് സിലബസ്. അപ്പോൾ സിലബസിൽ നമുക്ക് ഹിസ്റ്ററിന്റെ ഭാഗത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. ഇതാണ് നമ്മളെ ടോപ്പിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, അതുപോലെ സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പിന്നെ ഇത്രയും ടോപ്പിക്, അതായത് ഇത് മൂന്നും ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ റെഫർ ചെയ്യുന്നത് NCERT, സോറി, SCERT, കേരള SCERT ടെക്സ്റ്റ് ബുക്കാണ്, പുതിയതും പഴയതും. ഓക്കെ, പിന്നെ കുറച്ച് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്റ്റേണൽ ഫാക്ട്സ് ഉണ്ടാക്കില്ലേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. അത് കൂടാതെ PYQ ഡിസ്കഷൻ ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഒറ്റൊന്നും വിടാതെ നമ്മൾ എന്താകുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ എന്താക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറച്ച് മെറ്റീരിയൽ മാക്സിമം വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മളെ സ്ട്രാറ്റജി. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഡയറക്റ്റ് പുസ്തകത്തിലോട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോട്ടൊന്നും അങ്ങനെ ആക്കി ചെയ്യുന്നില്ല. അപ്പോൾ അത് ചില കുട്ടികൾക്ക് എന്താവും, ചില വിദ്യാർത്ഥികൾക്ക് അതൊരു പ്രശ്നമാണ്. അവർ വിചാരിക്കും നേരിട്ട് നോട്ട്സ് എന്താണ്, SCERT ഇല്ലാലോ, പിന്നെ അത് വായിക്കണ്ടേ, ഇങ്ങനത്തെയൊക്കെ പ്രശ്നമാണ്. അപ്പം നേരിട്ട് ഡയറക്റ്റ് എന്താണ്, ടെക്സ്റ്റ് തന്നെ നേരിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം INCയിൽ നിന്ന് നമുക്ക് എന്താക്കാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഓക്കെ, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം നമ്മളിതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് INC ആണ്. റെഡി? ഒന്നെന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക്, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. ഓക്കെ, ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ 1857, ഇത് മൂന്നാമത്തത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ടെക്സ്റ്റിൽ അപ്പോൾ ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട, 1951 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റത്തെ പോയിന്റ്. അപ്പോൾ എപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നത്, എപ്പോഴാണ്, 1915. ഓക്കെ,
1915 എന്ത് ഇന്ത്യയിലോട്ട് വന്നത്. ഇതൊരു പോയിന്റാണ്. ഓക്കെ. അടുത്തത് ചമ്പാരൻ മുതൽ ഖേദ വരെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്നുള്ള നിലക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. അപ്പൊ നമുക്ക് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റത്തെ എന്താണ് ചമ്പാരൻ. ഓക്കെ. ഓക്കെ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പാരൻ എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇത് ഫസ്റ്റ് പോയിന്റ്. ഏത് വർഷമാണ്? 1917. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1917. ഓക്കെ. നിങ്ങൾ നോട്ട്സിൽ ജസ്റ്റ് ഉണ്ടാക്കുക, ഇത് ചെയ്യുക. പിന്നെ എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്? ഓക്കെ. നീലം കൃഷിയുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അതായത് കർഷകരെ കൊണ്ട് നീലം കൃഷി ചെയ്യിക്കുക, അതായത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിക്കുക. ഓക്കെ. അതിന്റെ കണക്ക് എങ്ങനെയാണ്? 3/20 ആണ്. അതിനർത്ഥം 15% ലാൻഡ് എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം? നീലം കൾട്ടിവേറ്റ് ചെയ്യണം എന്ന് ആരുടെ നിർബന്ധമാണ്? ബ്രിട്ടീഷുകാരെ നിർബന്ധമാണ്. ഓക്കെ. അതായത് അത് നിർബന്ധമായിട്ടും ഇത്ര പെർസെൻറ്റേജ് കൃഷി ചെയ്യണം. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയാ, ചമ്പാരൻ സത്യാഗ്രഹന്റെ പിന്നിൽ. അപ്പൊ ഇങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് ആര് വിളിച്ചു? രാജ്കുമാർ ശുക്ല. അദ്ദേഹം എന്താക്കി? ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. ആര്? ഈ രാജ്കുമാർ ശുക്ല എങ്ങോട്ട് ക്ഷണിച്ചു? നമ്മുടെ മഹാത്മാഗാന്ധിയെ ചമ്പാരനിലോട്ട് ക്ഷണിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് മനസ്സിലാക്കേണ്ട ഒന്ന് എന്താ? 1917 ഗാന്ധിജി പങ്കെടുക്കുന്ന ആദ്യത്തെ എന്താണ് ആദ്യത്തെ ഒരു സമരാണിത്, ചമ്പാരൻ. ഓക്കെ. അങ്ങനെ അദ്ദേഹം പരാതി ഏറ്റെടുത്തു. അപ്പൊ ഇത് 3/20. ഇതിന് മറ്റൊരു പേരാണ് തീൻ കത്തിയ സിസ്റ്റം എന്ന് പറയും. ഓക്കെ. തീൻ കത്തിയ സമ്പ്രദായം എന്ന് പറയും. ഓക്കെ. തീൻ കത്തിയ സമ്പ്രദായം എന്ന് പറയും. അത് മറ്റൊരു ജസ്റ്റ് ഒരു വേർഡാണ്. അപ്പോൾ ഗാന്ധിജിയുടെ വിജയകരമായ ആദ്യത്തെ സത്യാഗ്രഹമാണിത്, ചമ്പാരൻ. ഓക്കെ. പിന്നെ അടുത്തത്, അപ്പൊ അത്രയും പോയിന്റ് എന്താക്കുക, നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഫസ്റ്റ് 1917 സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ് പ്രദേശം? ചമ്പാരൻ. ചമ്പാരൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. ഓക്കെ. ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ക്ലിയർ? ഇത്രയും പോയിന്റ് മനസ്സിലായി. ആരാണ് ക്ഷണിച്ചത്? രാജ്കുമാർ ശുക്ല. ഇനി അടുത്തതാണ് നെക്സ്റ്റ് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരം. ഇതാണ് അടുത്തതായിട്ട് ഗാന്ധിജി ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളെ പോയിന്റ് എങ്ങനെയാണ്? നെക്സ്റ്റ് 1918 അടുത്ത സംഭവം നടക്കുകയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. അതാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓക്കെ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് രണ്ടാമത്തെ ഗാന്ധിജിയുടെ ഒരു പ്രൊട്ടസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് നേതാക്കന്മാരുണ്ട് പ്രധാനപ്പെട്ട. ഒന്ന് അനസൂയ സാരാഭായ്. ആരാണ്? അനസൂയ സാരാഭായ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കുക. മറ്റൊന്ന് അംബല സാരാഭായ്. ഓക്കെ. അംബല സാരാഭായും അനസൂയ സാരാഭായ്. ക്ലിയർ? എന്താണ് ഇതിന്റെ കാരണം? പ്രധാനമായിട്ടും പ്ലേഗ് ബോണസ് നൽകുക. ഓക്കെ. പ്ലേഗ് ബോണസ് നൽകുക. അതായത് തൊഴിലാളികൾ എന്തായി? അവര് ഒരുപാട് പ്ലേഗൊക്കെ കാരണം അവര് 50% ബോണസ് ആവശ്യപ്പെട്ടു. ഓക്കെ. വേതന വർധന, അതായത് ബോണസ് അല്ല, ശമ്പള വർധന ആവശ്യപ്പെട്ടു. പക്ഷെ അത് നൽകാൻ ആര് തയ്യാറായിരുന്നില്ല? തുണിമിൽ ഓണർമാര് തയ്യാറായിരുന്നില്ല. ഓക്കെ. അപ്പൊ അതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ് പിന്നെ സമരം നടക്കുകയാണ്. ഓക്കെ. ക്ലിയർ? അപ്പോൾ
പൊതുവെ പ്ലേഗ് ബോണസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേഗിന്റെ ഫലമായിട്ട് നൽകിയിരുന്ന ബോണസ് എന്തായി, അതും നിർത്തിവെച്ചു. അപ്പൊ ഇതൊക്കെ കാരണമാണ് എന്തായത് പ്രശ്നമായത്. ഇപ്പൊ ഗാന്ധിജി വന്നു, അതിലിടപെടുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമരം. ക്ലിയർ? ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്താ, അത് എവിടെയാണ് ചമ്പാരൻ? ചമ്പാരൻ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് കേട്ടോ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്നാണ് അറിയപ്പെടുക. 1918 നടക്കുന്നത്. ചമ്പാരൻ എവിടെയാണ്? 1917. ഓക്കെ, 17-18. ക്ലിയർ? ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് ഖേദ. ഓക്കെ, അതും ഏത് വർഷമാണ് നടക്കുന്നത്? 1918 ഖേദ നടക്കുന്നത്. ക്ലിയർ? ഓക്കെ, 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. അതും ഗുജറാത്തിലാണ്. ഇത് ഒന്നുമില്ല, നികുതി ഇളവാണ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. എന്താണ് നികുതി ഇളവ്? നികുതി കുറക്കുക എന്നുള്ള ഇതാണ്. പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേരളയിൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക, സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനപ്പെട്ട നേതാവാണ്. മറ്റൊന്ന് ഇന്ദുലാൽ യാഗ്നിക്. ഇന്ദുലാൽ യാഗ്നിക് മറ്റൊരു നേതാവാണ്. ക്ലിയർ? മനസ്സിലായി എന്താ കാരണം? നികുതി ഇളവ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? ആരത്? കർഷകരാണ് ഇത് പ്രധാനമായിട്ടും സമരം. പൊതുവെ എന്തായിരിക്കും? കൂടുതൽ നികുതി ആയിരിക്കും. കൃഷി ആ നികുതി കുറക്കണം എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 1917 ചമ്പാരൻ നടക്കുന്നു. എന്താ കാരണം? ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീലം. കർഷകർ നീലം കൃഷി ചെയ്യുന്നതിനെ പ്രേരിപ്പിച്ചിട്ടുള്ള സംഭവം. ഓക്കെ, ഇതാണ് ആദ്യത്തെ സമരം, ചമ്പാരൻ. രണ്ടാമത്തത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അത് 1918 നടക്കുന്നത്. തുണിമിൽ സമരമായിട്ട് വേതനമായിട്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? പ്ലേഗ് ബോണസ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്ലേഗ് ബോണസ് നിർത്തലാക്കിയ ഒരു പ്രധാന ഘടകമാണ്. മൂന്നാമത്തത് ഖേദയാണ്. ഖേദ എന്താ? അതും 1918 വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ടൈം ലൈൻ ആണ്. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ വർഷമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ആ വർഷത്തിനനുസരിച്ച് നടക്കുന്നത് ക്വസ്റ്റ്യൻ വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക കേക്ക്. കേക്ക് എന്നുള്ള ഒരു ഷോർട്ട് നമ്മൾ മനസ്സിലാക്കുക. കേക്ക്, CAK, കേക്ക്. ഓക്കെ, സി എന്താ? ചമ്പാരൻ. അഹമ്മദാബാദ്. ഖേദ. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അറിയാം, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 18 വരെയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഓക്കെ, യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് ഒക്കെ എന്താണ് PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ യുദ്ധത്തിന്റെ പേരിൽ എന്ത്? ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു, നികുതി കൂട്ടി. പിന്നെ അതുപോലെ സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. ഭക്ഷ്യക്ഷാമം. ഓക്കെ, അപ്പോൾ ധാന്യങ്ങൾ എന്തായി? കയറ്റുമതി ചെയ്തത് രണ്ടാമത്തെ പ്രശ്നമാണ്. അതായത് പട്ടിണി കിടക്കുന്ന സമയത്ത് എന്താണ്? ഇവിടുന്ന് ധാന്യം പുറത്തോട്ട് കയറ്റിയേക്കുക. ഓക്കെ, അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് എന്താക്കുക? ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, അപ്പൊ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട. ഇനി നമുക്ക് പറയാനുള്ളതാണ് എന്താണ്? അങ്ങനെ 1919 ഒരു പ്രധാനപ്പെട്ട നിയമം എന്തായി കൊണ്ടുവന്നു. അപ്പൊ ഈ വേൾഡ് വാർ അനുബന്ധിച്ചിട്ട് എന്തായി? ബ്രിട്ടീഷ് ഒന്നും കൂടി കൂടുതൽ സ്ട്രോങ് ആക്കി. ഓക്കെ, ഇന്ത്യക്കാർക്കെതിരെയുള്ള അവരുടെ സംഭവങ്ങൾ. ഓക്കെ, സമരങ്ങൾ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? റൗളറ്റ് ആക്ട്. ഓക്കെ, ഒരു ആക്ട് കൊണ്ടുവന്നു. എന്താണ് ആ ആക്ടിന്റെ പ്രത്യേകത? ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. 1919
റൗലറ്റ് ആക്ട് ഉണ്ടായി കൊണ്ടുവന്നു. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി 19 എന്തായി കൊണ്ടുവന്നു ഇത് റൗലറ്റ് നിയമം. ഓക്കെ, ക്ലിയർ. സിഡ്നി റൗലറ്റ് എന്ന വ്യക്തിയാണ് അതിന്റെ അധ്യക്ഷൻ. ജസ്റ്റ് ഓർത്താൽ മതി, പേര് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു വാറണ്ട് വേണ്ട, അതില്ലാതെ എന്താക്കാം, അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. ഈ രണ്ട് പോയിന്റാണ് എന്ത് റൗലറ്റ് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, സവിശേഷത വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഇതിന് ഒരു പേര് ഗാന്ധിജി വിളിച്ചതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കറുത്ത നിയമം, ബ്ലാക്ക് ആക്ട് എന്ന് പറയും. കറുത്ത നിയമം എന്ന് വിളിച്ച ഇത് എന്തിനെയാണ്? റൗലറ്റ് നിയമത്തെയാണ്. ഓക്കെ, അങ്ങനെ ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. 1919 ഏപ്രിൽ 6, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ എന്തായി, ഈ നിയമത്തിനെതിരെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യാണ്. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇതിന്റെ ആവശ്യത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നത് പിന്നെ എന്തുമായി ബന്ധപ്പെട്ട ഹർത്താലിനെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഒരു ചോദ്യമാണ് കേട്ടോ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്താണ്? റൗലറ്റ് നിയമമാണ്. ക്ലിയർ? ക്ലിയർ ആയോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. പിന്നെ നോക്കിയോ, ചില റൗലറ്റ് നിയമത്തിനെതിരെ സമരം ശക്തമായിരുന്നു. നേതാക്കളായ സത്യപാൽ, ഡോക്ടർ കിച്ലു, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ ഇതുമായി അറസ്റ്റ് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈഫുദ്ദീൻ കിച്ലു അതുപോലെ സത്യപാൽ എന്നിവരെ എന്തുമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്? റൗലറ്റ് നിയമം. ക്ലിയർ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് പഠിച്ചു 1917 ചമ്പാരൻ സത്യാഗ്രഹ, ഇൻഡിഗോ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ഇതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം, ആദ്യത്തെ സമരം. ഓക്കെ, രണ്ടാമത്തത് 1918 എന്തായി? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഉണ്ടായി. ഓക്കെ, ഇത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമരമാണ്. എന്തിനെതിരെ? എന്തിനെതിരെ? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനെതിരെ. ഓക്കെ, അതാണ് ഞാൻ എടുത്തു പറയുന്നത്, കാരണം അത് വെച്ചിട്ടാണ് ചോദ്യം വരിക. മൂന്നാമത്തത് 1919. ഓക്കെ, റൗലറ്റ് ആക്ട് കൊണ്ടുവന്നു. റൗലറ്റ് ആക്ട് കൊണ്ടുവന്നു 1919. എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ജയിലിലടക്കാം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിന്റെ ഡേറ്റ് എത്രയാ? ഏപ്രിൽ 6. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന്? ഡോക്ടർ സത്യപാൽ, അതുപോലെ സൈഫുദ്ദീൻ കിച്ലു. ക്ലിയർ? ഇത്രയും പോയിന്റാണ് നമ്മൾ എന്തായത് നോക്കിയത്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്തുമായി ബന്ധപ്പെട്ട്? റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് കറുത്ത നിയമം എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് ശ്രദ്ധിക്കാം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്കര പ്രതിഷേധം തുടങ്ങി. അതാണ് 1919 ഏപ്രിൽ 13 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമൃതസറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിലെത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവുപ്രകാരം എന്തായി? ഇതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത്. ഏത് വർഷമാണ്? 1919 ഏപ്രിൽ 13. എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? അമൃതസറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്ത്. ഓക്കെ, ക്ലിയർ? എത്ര പേരെ കൊല്ലപ്പെട്ടെ? 376 പേര്, 79 പേര് കൊല്ലപ്പെട്ടു. ആരെ ഓർഡർ നൽകിയത്? ജനറൽ ഡയർ. ഓക്കെ, അദ്ദേഹം ആണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ക്ലിയർ? ഹണ്ടർ കമ്മീഷൻ നിയമിച്ച കമ്മീഷനാണ് അത്. ഹണ്ടർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പൊതുവായിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം നമ്മൾ 3 എണ്ണം കവർ ചെയ്യും. ഒന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സംഭവം സിലബസിലുള്ള കവർ ചെയ്യും, INC യുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ളത് കവർ ചെയ്യും, അതുകൂടാതെ മറ്റു
മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, ഇതൊക്കെ കവർ ചെയ്യും. ഇനി നമ്മൾ നോക്കാനുള്ളത് പ്രധാനപ്പെട്ടതാണ് ഖിലാഫത്ത് സമരം. ഓക്കെ, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തുർക്കി. ഓക്കെ, തുർക്കിയിലെ അവിടുത്തെ ഖലീഫ എന്തായി, ഈ യുദ്ധത്തിന് ശേഷം നീക്കം ചെയ്തു. അത് ഭയങ്കര പ്രതിഷേധത്തിന് ഇടയാക്കി. അപ്പോൾ അതിനെതിരെ നടന്ന സമരങ്ങളാണ് എന്ത്, ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ആര്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഞാൻ കുറച്ച് സ്പീഡാകുന്നതെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കവർ ചെയ്യാൻ കേട്ടോ, അതുകൊണ്ടാണ്. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, ഖിലാഫത്ത് സമരം, ഓക്കെ, ഏത് വർഷമാണ് നടക്കുന്നത്? ഏത് വർഷമാണ് ഖിലാഫത്ത് നടക്കുന്നത്? 1919-20 കാലഘട്ടം അല്ലെ, ഖിലാഫത്ത് സമരം. ആരാണ് നേതാക്കന്മാര്? ഖിലാഫത്ത് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖിലാഫത്ത് സമരം 1919, അതുപോലെ 24, ഈ കാലഘട്ടമാണ്. അപ്പൊ 19 ഓർത്താണ്. ഓക്കെ, 19 ഓർക്കുക. നേതാക്കന്മാര് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഓക്കെ, പിന്നെ അബുൽ കലാം ആസാദ് ഉണ്ട്, പിന്നെ ഒബ്വിയസ്ലി ഗാന്ധിജി ഉണ്ട്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഡേറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്തത് ആണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, നോ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് നടക്കുന്ന വർഷം PSCന്റെ ചോദ്യത്തിനുണ്ട്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ട് എന്താ, ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, അതായത് സഹകരിക്കാതിരിക്കുക, അതാണ് നിസ്സഹകരണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് August 1 കേട്ടോ. 1920 ആണ് തുടങ്ങുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത് ഏത് സെഷനിലാണ് ഇത് തുടങ്ങിയത്? നാഗ്പൂർ സെഷൻ. നാഗ്പൂർ സെഷനിലാണെന്ത്, കോൺഗ്രസിന്റെ നാഗ്പൂർ സെഷനിലാണ് എന്ത് നൽകുന്നത്, ഇതിന് അംഗീകാരം നൽകുന്നത്. ക്ലിയർ ആയോ? കോൺഗ്രസിന്റെ നാഗ്പൂർ സെഷനിലാണെന്ത്, ഇതിന് അംഗീകാരം നൽകുന്നത്. ഏതാ വർഷം? 1920. ക്ലിയർ? ക്ലിയർ ആയോ? ഇതില് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് നാഗ്പൂർ സെഷനിൽ പ്രസിഡന്റ് ആരായിരുന്നു? സി രാഘവാചാരി. ഓക്കെ, സി രാഘവാചാരിയാണെന്ത്, നാഗ്പൂർ സെഷന്റെ അന്നത്തെ കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? സി രാഘവാചാരി. ഓക്കെ, ക്ലിയർ? അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അതായത് വിജയ രാഘവാചാര്യർ എന്നാണ് പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ബുള്ളറ്റ് പോയിന്റ് ഓർക്കുക. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അടുത്തത് ഹിന്ദു സ്വരാജ്. ഓക്കെ, ഇത് ഗാന്ധിജിയായി ബന്ധപ്പെട്ട, ഗാന്ധിജി 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഓക്കെ, പിന്നെ ഇവിടെ ഇത് നോക്കിയോ, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ടതാണെന്ത്, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ദേശീയം, ഇതൊക്കെ എന്താണ് സമരകാലത്തെ പരിപാടികളായിരുന്നു. ഇതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. പിന്നെ അടുത്തത് സ്ത്രീകൾ കണ്ട വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം. അവർ തുണിത്തരങ്ങളൊക്കെ കത്തിച്ച് ബഹിഷ്കരിച്ച്. തൊഴിലാളികൾ എന്തായി, മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, ഇവരൊക്കെ എന്തായി, പണിമുടക്കിലായിരുന്നു. ഓക്കെ, വിദ്യാർത്ഥികള്, ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ വിദ്യാപീഠം, ജാമ്യ മില്ലിയ, ഇതൊക്കെ എന്തായി. ഓക്കെ, പിന്നെ ഇതൊക്കെ കുട്ടികൾ എന്തായി, വിദ്യാർത്ഥികള് ബഹിഷ്കരിച്ചതാണ്. പിന്നെ ഗോത്ര ജനത വന നിയമങ്ങൾ ലംഘിച്ചു. കർഷകര്, അവധ് കിസാൻ സഭ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെഹ്റു ആണെന്ത്,
നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. അപ്പൊ നെഹ്റു രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ ഒരു പേരെന്താ? അവധ് കിസാൻ സഭ. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനം എന്താ കാരണം? കാരണം ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകൾ പൂട്ടിക്കുക. ബ്രിട്ടീഷുകാരെന്താക്കി? അവരാണ് കൂടുതൽ ചണമില്ലുകൾ ഉള്ളത്. അത് പൂട്ടിക്കാൻ വേണ്ടി അതിന് പകരം നെല്ലും പരുത്തിയൊക്കെ എന്തായി? കൃഷി ചെയ്തു. പിന്നെ നെൽകൃഷി വ്യാപിച്ച് എന്താ മറ്റൊരു കാരണം? ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ലഭ്യമാക്കുക എന്നതാണ് കേട്ടോ. പിന്നെയാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ശക്തമായി നടക്കുന്ന സമയത്താണ് ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരു 1000 തവണ ചോദിച്ചിട്ടുണ്ടാവും. ഇത് 1922 ഫെബ്രുവരി 5 യു പിയിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും ഏറ്റുമുട്ടി. അങ്ങനെ എന്തായി? പോലീസ് എന്തായി? സ്റ്റേഷന് തീ വെച്ചു. ഓക്കെ, ഇതാണ് കക്കോരി കോൺസ്പിറസി കേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ അഹിംസാ മാർഗം വ്യതിചലിച്ച് ചേർന്ന അദ്ദേഹം എന്തായി? ചൗരി ചൗരയിൽ, സോറി കേട്ടോ, കക്കോരി അല്ല കേട്ടോ, സോറി, അത് അറിയാതെ പറഞ്ഞു. ചൗരി ചൗര ഇൻസിഡന്റ് അങ്ങനെയാ പറയുന്നത്. അത് UPയിൽ. കക്കോരി ഇൻസിഡന്റ് അത് വേറെയാണ്, അതൊരു കൊള്ളയാണ്, അത് നമ്മൾ പറയും. അപ്പോ 1922 ഫെബ്രുവരി 5 UPയിലാണ് എന്ത് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രശ്നം നടന്നതോടുകൂടി പോലീസ് സ്റ്റേഷനൊക്കെ കത്തിച്ച് ആകെ പ്രശ്നമായപ്പോൾ ഗാന്ധിജി എന്തായി? ഈ സമരം പിൻവലിച്ച്. ഇത് സത്യത്തിൽ അംബേദ്കറിനെ പോലത്തെ ആളുകൾക്കൊക്കെ എന്തായി? സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിനൊക്കെ എന്തായി? ഇതൊരു ദേശീയ ദുരന്തം എന്നാണ് ഇതിനെയൊക്കെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ സമരം പിൻവലിച്ചതിൽ. മനസ്സിലായല്ലോ? അതുപോലെ ചിരാല പെരാല, ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല. ഓക്കെ, അവിടെ ഒരു ജനകീയ സമരം നടന്നു. അപ്പം ചോദിക്കുകയാണ് PSC, എന്ത്? ചിരാല പെരാലയിൽ നടന്ന ജനകീയ സമരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യമാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഗാന്ധിജിയുടെ ഏത് തീരുമാനത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? അത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള തീരുമാനം. ക്ലിയർ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ശ്രദ്ധിക്കുക. CR ദാസ്, മോട്ടിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. അതാണെന്ത്? സ്വരാജ് പാർട്ടി. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനായുള്ള വേദിയാക്കുകയായിരുന്നു ലക്ഷ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിയമനിർമ്മാണത്തിനായിട്ടുള്ള ഒരു പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു ലക്ഷ്യം. എന്താണ് സ്വരാജ് പാർട്ടി? 1923 CR ദാസ്. ചോദിച്ചതാണ് മോട്ടിലാൽ നെഹ്റു. ഓക്കെ, അനുസരിച്ച് അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന്. അന്ന് നമ്മൾ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഇവിടെ ഇതാ. ഓക്കെ, ഇവിടെ ഇതാട്ടോ. ഫസ്റ്റത്തെ ഇൻസിഡന്റ് എന്താ? ഓരോന്നോരോന്ന്. ഫസ്റ്റ് ഓക്കെ, 1917 1917 എന്ത്? ഓക്കെ, അപ്പം എന്തൊക്കെ ഇൻസിഡന്റാ നടന്നത് തുടക്കത്തിൽ? അതായത് നമ്മൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. 1917 ചമ്പാരൻ, 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, 1918 അഗെയിൻ ഖേദ സത്യാഗ്രഹ. ഓക്കെ, പിന്നെ 1919 റൗളട്ട് ആക്ട്. ഓക്കെ, 1919 തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കുന്നത്? പിന്നെ 13 ഏപ്രിൽ 13 എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ്. ഓക്കെ, പിന്നെ 1919 തന്നെയാണ് എന്ത്? ഖിലാഫത്ത് സമരം നടക്കുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, നിസ്സഹകരണ സമരം നടക്കുന്നത് 1920 ക്ലിയർ? പിന്നെ 1923 ഇതിനിടയിൽ വിട്ടിരുന്നത്. ഓക്കെ, സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. ആരാ സ്ഥാപിക്കുന്നത്? CR ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടി. ഓക്കെ, ക്ലിയർ? ജസ്റ്റ് ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് പറയുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാരണങ്ങൾ, പിന്നെ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്?
അത് ആരുടെ നേതൃത്വത്തിലാണ്? നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. സ്വരാജ് പാർട്ടി 1920 1909 പ്രസിദ്ധീകരിച്ചത്. പിന്നെ നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുക, അതും ഒരു ഭാഗമായിരുന്നു. പിന്നെ സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? പ്രധാനമായിട്ടും നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം തെളിയിക്കുക കേട്ടോ. ഇവിടെ വയ്ക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മളെ ശ്രീനാരായണ ഗുരു, അദ്ദേഹവും ഗാന്ധിജിയും തമ്മിൽ എന്തായി ഒരു കൂടിക്കാഴ്ച നടത്തി. അത് 1925 മാർച്ച് 12-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ 2025 എന്തായി അത് നൂറ്റാണ്ടായിട്ട് എന്തായി? ഒരു നൂറ്റാണ്ട് തികഞ്ഞു, 100 വർഷം തികഞ്ഞു. ഓക്കെ. പിന്നെ നോക്കാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമരമാണ് എന്ത്? ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം. അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള നടന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിയപ്പെടാതെ കുറെ സമരങ്ങളാണ് ഓരോരുത്തരും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. റാംബ ലഹള. ഓക്കെ, റാംബ ലഹള. അതിന്റെ പ്രത്യേകത എന്താ? ബ്രിട്ടീഷ് നിയമങ്ങൾ എന്തായി അവര് ലംഘിച്ച് ഏഹ് കൊള്ളപ്പലിശയും അതിനൊക്കെതിരെ അവർ എന്തായി സമരം ചെയ്തു. ഓക്കെ. ആരുടെ നേതൃത്വത്തിലാണ്? അല്ലൂരി സീതാ രാമരാജു ട്ടോ. ആന്ധ്രയിൽ. എന്താണ് ലഹളന്റെ പേര്? റാംബ ലഹള. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈമൺ കമ്മീഷൻ. ഓക്കെ, എന്താണ് സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷൻ നടന്നത് അതിൻ്റെ ഇടയിൽ ഗാന്ധിജിയുടെ ചില കാര്യം, അതായത് ഗാന്ധിജി പ്രസിഡന്റ് ആയത് ബൽഗാം സെഷനിലാണ് 1924. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1924 ബൽഗാം സെഷനിലാണ് ഗാന്ധിജി എന്തായത് INC-യുടെ പ്രസിഡന്റ് ആണ്. ക്ലിയർ? ഈ ഡേറ്റും ഇത് പുറത്തു വെക്കാം. അങ്ങനെ സൈമൺ കമ്മീഷൻ 1927 നിയമിക്കുകയാണ്. ഓക്കെ, ഒരു കമ്മീഷൻ ബ്രിട്ടീഷുകാർ നിയമിക്കുകയാണ്. പിന്നെ അത് ഇന്ത്യയിൽ എത്തുന്നത് 1928 3 ഫെബ്രുവരി ആണ്. ഈ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതാണ് ഇവിടെ കൊടുത്തത്. 1928 ഫെബ്രുവരി 3-നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി. ആ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനില്ല. അതാണ് ആ കമ്മീഷന്റെ ഏറ്റവും വലിയ പോരായ്മ. അപ്പൊ അതിനെതിരെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. അങ്ങനെ അതിന് ഹർത്താൽ ആചരിച്ചു. സൈമൺ ഗോ ബാക്ക് ടു സൈമൺ. ഓക്കെ, സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. അങ്ങനെ അതിന്റെ ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് അത് ലാലാ ലജ്പത് റായ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചതാണ്. ഓക്കെ, ലാലാ ലജ്പത് റായ് ലാത്തി ചാർജിൽ മരണപ്പെട്ടു. ക്ലിയർ? പിന്നെ എന്താണ്? ജോൺ സൈമൺ ആണ് അധ്യക്ഷൻ. മൊത്തം അംഗങ്ങൾ എത്രയാണ്? മൊത്തം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1928 സമരം നടക്കുന്നത്. 1928. ഓക്കെ, ഡേറ്റ് പറഞ്ഞു 3 ഫെബ്രുവരി. ഇന്ത്യയിൽ വരുന്നു ആര്? സൈമൺ കമ്മീഷൻ. സൈമണിന്റെ നേതൃത്വത്തിൽ മൊത്തം 7 പേരാണ്. മൊത്തം എത്ര പേരാ? 7. 7 പേര്. ഓക്കെ, ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചതാണ്. ലക്ഷ്യം എന്താ? അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അത് പുസ്തകത്തിലില്ല. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, എന്നൊരു നിയമമുണ്ട്. അത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിഷ്കാരങ്ങളും തുടർ ഭരണവും ഒക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആക്ട് എന്തായത്, ഈ കമ്മീഷൻ ഇന്ത്യയിലോട്ട് വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആരില്ല, ഒരു ഇന്ത്യക്കാരനും ഇല്ല. ഓക്കെ, അപ്പൊ മറ്റൊരു പോയിന്റ്, ലാലാ ലജ്പത് റായ് എന്തായി? മരണപ്പെട്ടു. അതാണ് അടുത്ത പോയിന്റ്. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെ ഇത് പോരാന്ന് പറഞ്ഞ് ഇതിനെതിരെ വരുന്നൊരു റിപ്പോർട്ടാണ് എന്ത്? നെഹ്റു റിപ്പോർട്ട്. ഓക്കെ, മോട്ടിലാൽ നെഹ്റു ആണ് ആ റിപ്പോർട്ടിന്റെ മെയിൻ ആള്. പിന്നെ ജവഹർലാൽ നെഹ്റു കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇത് നടക്കുന്നത് 1928-ലാട്ടോ. ഓർക്കുക, 1928-ലാണ് മോട്ടിലാൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നെഹ്റു റിപ്പോർട്ട് എന്നാണ് ഇതിന് പറയാം. ഇതാണ് ചോദിക്കുക, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ വർഷം 1928. ഓക്കെ,
ടൈം ലൈന് നിങ്ങൾ വിടരുത്. ഇനി അടുത്തത് പുസ്തകത്തിൽ കൊടുത്തതാണ് എന്ത്, ബർദോളി സത്യാഗ്രഹം. ഓക്കെ, ഇതിന്റെ ആളെന്ന് പറഞ്ഞാൽ ആരാണ്? 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. പ്രധാനമായിട്ടും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അബ്ബാസ് തേബ്ജി, വിത്തൽ ഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ പങ്കുവച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അയച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഒന്നുമില്ല. ബർദോളി സത്യാഗ്രഹ, ഗുജറാത്തിലെ 1928 ബർദോളിയിൽ വെച്ച് നടക്കുന്ന സത്യാഗ്രഹം. ബർദോളി, നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, മറ്റു പങ്കെടുത്ത നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന്, അബ്ബാസ് തേബ്ജി, അബ്ബാസും തേബ്ജിയും വിത്തൽ ഭായ്. ഓ, വിത്തൽ ഭായ്, ഇവർ രണ്ടുപേരാണ് പങ്കെടുത്ത സമരത്തിൽ. ആർക്ക് വേണ്ടിയിട്ടാണ്? കർഷകരുടെ പ്രശ്നങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ 1924 ഗാന്ധിജി അധ്യക്ഷനായ ബൽഗാം സമ്മേളനം. ഓക്കെ, പിന്നെ 1928 ഫെബ്രുവരി 3, റൈറ്റ്, ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ, 7 അംഗങ്ങൾ അടങ്ങിയ സൈമൺ കമ്മീഷൻ. ഓക്കെ, അടുത്തത് 1928 ബർദോളി സത്യാഗ്രഹ, ആരുടെ നേതൃത്വത്തിൽ? നമ്മളെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ. ഓക്കെ, ക്ലിയർ ആയോ? 1929 ഡിസംബറിലാണ് എന്ത് നടക്കുന്നത്? സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ വായിച്ചത്, മുകളിൽ കൊടുത്തതാണ്. 1929 വളരെ പ്രധാനപ്പെട്ടതാണ് PSCക്ക്. എന്താണ് കാരണം? എന്താണ്? അവിടെയാണ് ഒരു സെഷൻ നടക്കുന്നത്, ലാഹോർ സെഷൻ. ഓക്കെ, ആരാണ് അധ്യക്ഷൻ? അപ്പോൾ നെഹ്റു ആണ് അധ്യക്ഷൻ. അപ്പോൾ 1929 നെഹ്റു അധ്യക്ഷനായ ലാഹോർ സെഷൻ ഡിസംബറിൽ വെച്ച് നടക്കുന്നു. അത് പ്രസംഗിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു ആ സെഷനിൽ. ഓക്കെ, രണ്ടാമത്തത് ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഇവിടെ എന്താണ് പറയുന്നത്? 1929 ലാഹോർ സെഷൻ. ലാഹോർ സെഷനിൽ നെഹ്റു നെഹ്റു എന്താണ്? നെഹ്റു ആണ് അധ്യക്ഷൻ. ആവശ്യം എന്തായിരുന്നു? അന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം. രണ്ടാമത്തത് ബഹുജന ഒരു സമരം കൂടി സംഘടിപ്പിക്കാൻ ഗാന്ധിജിയെ ഏൽപ്പിച്ചു. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യം. 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായിരുന്നു എന്താവും ആഘോഷിച്ചു. അത് അതിന്റെ ഒരു ഫലമായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദണ്ഡി യാത്ര. ഓക്കെ, ക്ലിയർ? ഇർവിൻ പ്രഭു ആ സമയത്ത്, ദണ്ഡി യാത്രയുടെ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ഇർവിൻ പ്രഭു. മറക്കരുത് കേട്ടോ, ഇർവിൻ പ്രഭു. ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ഓക്കെ, എന്തായില്ല, നടന്നില്ല. അങ്ങനെ 78 പ്രവർത്തകർ ഉണ്ടായിരുന്നത് 24 ദിവസം നീണ്ടു നിന്നു. ഓക്കെ, ദണ്ഡിയാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ്? ഏറ്റവും നിസാരമായ ഉപ്പ് വെച്ചിട്ട് സമരമാണ്. ഉപ്പ് ബഹിഷ്കരിച്ച് സമരം നിസാരാണ്, പക്ഷെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഉപ്പ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട. ഇതൊന്നും വായിച്ച് ഉറപ്പിക്കാത്തത്. ഓക്കെ, അങ്ങനെ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമ ലംഘന സമരം തുടക്കം കുറിച്ചു. അപ്പൊ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാ ഡേറ്റ്? ഏതാണ് ഡേറ്റ്? 1930. ഓക്കെ, 30 ഏപ്രിൽ 6 എന്ത് ദണ്ഡി യാത്ര നടക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് കൂടെ ഉണ്ടായിരുന്നത്, സരോജിനി നായിഡു. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ പോയിന്റ് അവിടെ നോട്ട് ചെയ്യേണ്ടത്? ദണ്ഡി യാത്ര. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പാണ്? ഏപ്രിൽ 6 കേട്ടോ. 1930 ഏപ്രിൽ 6 ദണ്ഡി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ? ഗുജറാത്തിലെ സബർമതി ആശ്രമം അല്ലെ ആരംഭം. ഓക്കെ, എത്ര കിലോമീറ്റർ നടന്നു? 390 കിലോമീറ്റർ നടന്നു കേട്ടോ.
എത്ര 390 കിലോമീറ്റർ. ഓക്കെ, പറഞ്ഞ് ഉപ്പ് നികുതിക്കെതിരെ പ്രതിഷേധിക്കുക. ആ, ഇതാണ് എന്തിന്റെ തുടക്കം? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. ഓക്കെ, അതിന്റെ തുടക്കം അടുത്ത് പറയും, മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്. ഏപ്രിൽ 6 ഏറ്റവും പ്രധാനപ്പെട്ട point. പിന്നെ ധരാസന എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോരാട്ടം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടതാണ്. ധരാസനയിലെ പോരാട്ടം ധരാസനയിലെ പ്രശ്നങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദണ്ഡിയാത്രയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1930 മെയ് 1 ആണ് മെയ് 1 എന്താകുന്നത്? ധരാസന എന്ന് വെച്ചിട്ട് ഒരു സംഘം സമരമായിട്ട് ഏറ്റുമുട്ടുന്നത്, അവിടെ ഒരുപാട് പേര് മരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, സരോജിനി നായിഡു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സരോജിനി നായിഡു ആണ് എന്ത് ദണ്ഡി യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വെച്ച് അടുത്ത വളരെപ്പെട്ട ഒരുപാട് PSC ചോദിച്ച ഒരു വ്യക്തിയാണെന്ത്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാല് ഇദ്ദേഹമാണ് എവിടെ നേതൃത്വം കൊടുത്തത്? വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നേതൃത്വം കൊടുത്തത്. ഓക്കെ, എന്തിന്? ഈ നിയമലംഘന പ്രസ്ഥാനം. അതാണ് എന്ത്? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. ഓക്കെ, അതെവിടെ? വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്. ഇതിന് ശേഷം ഈ ദണ്ഡിയാത്രയ്ക്ക് ശേഷം, ദണ്ഡിയാത്ര അതിൽ പെട്ടതാണ്. ഓക്കെ, നിയമം അനുസരിക്കാതെ. അതാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിയമലംഘന പ്രസ്ഥാനം എന്നൊക്കെ പറയും. ഓക്കെ, മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്തത് 30 മുതൽ 34 വരെ. ഏ? ഇതാണ് അതിന്റെ ഒരു കാലയളവ്. അല്ല, അതിന്റെ ഒരു ഭാഗമാണ് എന്ത്? ദണ്ഡി യാത്ര. ക്ലിയർ? മനസ്സിലായോ? ഏപ്രിൽ 6 നിയമം ലംഘിച്ചു. അപ്പോൾ ഈ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് 1987 എന്ത് ലഭിച്ചതാണ് അദ്ദേഹത്തിന്? ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ്. ഓക്കെ, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാല് 1988 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നോട്ട് ചെയ്യണേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1987 ഭാരതരത്ന ലഭിച്ചു. ഇത് PSC ചോദിച്ചതാണ്. ഓക്കെ, അതിർത്തി ഗാന്ധി പിന്നെ എല്ലാവർക്കും അറിയാം. ഉം. ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ഭാരതരത്ന ലഭിച്ച വ്യക്തി. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇതിന് ശേഷം വന്ന അടുത്തൊരു ഉടമ്പടിയാണ് 1931 ഇർവിൻ പാക്ട്. ഓക്കെ, ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഓക്കെ, 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക. അപ്പോൾ സർക്കാരിന് നികുതി നൽകാതെയും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. റെയിൽവേ തുറമുഖം, ഷോലാപൂരിലെ തൊഴിലാളികൾ സമരം, ഗോത്ര ജനത, സ്ത്രീകൾ ഒക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ റാണി ഗേഡിൻലു. ഓക്കെ, ഇവരെന്താണ്? ഇവരുടെ പ്രത്യേകത ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗാഡി റാണി ഇവര് യൗവനകാലം നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റാണി ഗേഡിൻലു. ഇവര് ഒരുപാട് കാലം ജയിലിൽ കിടന്നു. ഓക്കെ, ചെറുപ്പകാലം ജയിലിലായിരുന്നു. അപ്പൊ ആ പേര് ഓർത്തു വെക്കുക കേട്ടോ. റാണി ഗേഡിൻലു എന്തുമായി ബന്ധപ്പെട്ടതാണ്? സിവിൽ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. ഇതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. ഓക്കെ, അങ്ങനെ അടുത്ത സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് എന്താണ്? പിന്നെ RTC റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകം വെച്ചാൽ ഇത് നടക്കുന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ മിസ്സാകുന്നില്ല എന്ന് വിചാരിക്കുന്നു പോയിന്റ് കേട്ടോ. ഓക്കെ, അതായത് 1930 ദണ്ഡി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ,
1930 മുതൽ 34 വരെയുള്ള ഒരു കാലയളവിനാണ് എന്ത് പറയാ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, അതായത് നിയമലംഘന പ്രസ്ഥാനം എന്നൊക്കെ പറയും. അത് റാണി ഗേഡിലും അതിൽ പെടും, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പെടും, ഒക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഈ RTC റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ വട്ടമേശ സമ്മേളനം. അതിൽ ആര് പങ്കെടുക്കുന്നില്ല? INC പങ്കെടുക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. ഓക്കെ. പിന്നെ രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931. മനസ്സിലായോ? ഇത് സമ്മേളനമൊക്കെ ഇതായിരുന്നു. അപ്പൊ ആദ്യത്തേല് ഗാന്ധിജി ഇല്ല, രണ്ടാമത്തേല് ഗാന്ധിജി ഉണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2000 അതായത് സെക്കൻഡില് ഗാന്ധിജി ഉണ്ട്. ഓക്കെ. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ അപ്പൊ അതൊക്കെ ഫെയിലിയർ ചെയ്യുന്നു. ഓക്കെ. മൂന്നാമത്തതില് 1932 കോൺഗ്രസ് എന്താകില്ല, പങ്കെടുത്തില്ല. ഓക്കെ. മനസ്സിലായോ? ഇന്ത്യക്ക് ചർച്ച എന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ നിയമം വന്നത്. ഓക്കെ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ ചുരുക്കി പറയാം, കൺഫ്യൂഷൻ ആകുന്നില്ല. ഒന്ന്, 1931 ഒന്നാം വട്ടമേശ സമ്മേളനം, ഗാന്ധിജി പങ്കെടുക്കുന്നില്ല. ഓക്കെ. 1932 ഗാന്ധിജി INCയും പങ്കെടുത്തില്ല. ഓക്കെ. മനസ്സിലായോ? ഫസ്റ്റത്തേല്. രണ്ടാമത്തേല് ഗാന്ധിജി പങ്കെടുത്തു, എന്നാലും ഫെയിലിയർ ആയിരുന്നു. മനസ്സിലായോ? മൂന്നാമത്തേലും ഗാന്ധിജി എന്തായില്ല, കോൺഗ്രസേ പങ്കെടുത്തിട്ടില്ല. ക്ലിയർ? ഈ മൂന്ന് പോയിന്റും എന്താ ഓർത്ത് വെക്കുക. മൂന്നിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? അംബേദ്കർ. ക്ലിയർ ആണ്? മൂന്നിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ആര്? അംബേദ്കർ. മൂന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം നടന്ന സംഭവമാണ് എന്ത്? 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഉടമ്പടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഉടമ്പടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതാണ് എന്ത്? ഗാന്ധി ഇർവിൻ പാക്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്താകുന്നു, ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കാണ്. ഓക്കെ. ക്ലിയർ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് വർഷം? 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ പാക്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താ സംഭവിച്ച? നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓക്കെ. ഇതിനൊക്കെ ശേഷം നടക്കുന്നതാണ്. ഓക്കെ. പിന്നെ അത്രയും പോയിന്റ് ഓർത്തു വെക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടോ, ഗാന്ധിജിന്റെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. കുറെ മിസ്സായിന്. അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട്, ഏഹ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ബുക്സ്. അത് നമ്മൾ ജസ്റ്റ് എന്താക്കുക, ഒന്ന് ഓർത്തു വെക്കുക. ഏതാണ്? യങ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ് യങ് ഇന്ത്യ. അത് നമ്മൾ പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേക ടോപ്പിക്കിൽ നമ്മൾ പറയും അതിനെക്കുറിച്ച്. ഓക്കെ. ഇവിടെ ഇനി ഈ ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് തീർക്കാം. ഇതിൽ ചില സായുധ സമരങ്ങൾ പറയുന്നുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ആൻഡ് അസോസിയേഷൻ സ്ഥാപിച്ചു. ഒരു വിപ്ലവ സംഘടന കൊണ്ടുവരാണ്. ഓക്കെ. എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഏതാണ്? 1924. ഓക്കെ. ക്ലിയർ? സ്ഥാപകനാരാ? സച്ചീന്ദ്ര സന്യാലും രാംപ്രസാദ് ബിസ്മിലും ഒക്കെയാണ് ഇതിന്റെ സ്ഥാപകൻ. ഓക്കെ. അപ്പോൾ ഒരു എന്താ പറയാ, അങ്ങനെ പോരാ എന്നുള്ളതില്ല. ഇവരെന്താണ്, ഇവരൊരു സംഭവം കണ്ടക്ട് ചെയ്യണം. എന്താണ്? UP-യിലെ കക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു കേട്ടോ. അതാണ് കക്കോരി കോൺസ്പിരസി കേസ്. ഇത് നടക്കുന്നത് 1925. ഓക്കെ. 1924
HR എന്ന വിപ്ലവ സംഘടന കൊണ്ടുവന്നു. ബിസ്മിലും സച്ചീന്ദ്ര സന്യാലൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള്. ഓക്കെ. അങ്ങനെ 1925 കക്കോരി കോൺസ്പിരസി, അതായത് കക്കോരി ട്രെയിൻ കവർച്ച നടക്കുകയാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞിട്ട് 1928 കൊണ്ടുവരികയാണ്. അതിലാണ് ഭഗത് സിംഗ് ഉള്ളത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? അപ്പോൾ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നുള്ള സംഘടന കൊണ്ടുവരികയാണ്. ഇത് സത്യത്തിൽ കൊണ്ടുവന്നത് ചന്ദ്രശേഖർ ആസാദാണ്. ഓക്കെ, ബട്ട് ഭഗത് സിംഗ് ഓൾസോ ഇൻക്ലൂഡഡ്. ഓക്കെ, ഭഗത് സിംഗ് ഇതിലുണ്ടായിരുന്നു, മനസ്സിലായോ? പിന്നെ രാജ്ഗുരു എന്ന് പറഞ്ഞ വ്യക്തിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫസ്റ്റത്തെ പുസ്തകത്തിലുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ക്ലിയർ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തത് കക്കോരി ഇൻസിഡന്റ് എന്നാണ്. 1925 ഓഗസ്റ്റിലാണ് ഉണ്ടാകുന്നത് കക്കോരി ഇൻസിഡന്റ് നടക്കുന്നത്. 1925 ഓഗസ്റ്റ് 9 ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ 1928 സ്ഥാപിക്കുന്നു. ക്ലിയർ. ചില പ്രധാന രണ്ട് പ്രവർത്തികൾ നടത്തി. ഒന്ന് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജ്. ഓക്കെ, ഇതൊന്നാണ്. രണ്ടാമത്തത് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് എന്തായി ബോംബെറിഞ്ഞു. ഇത് രണ്ടാമത്തെ സംഭവം. ഇത് രണ്ടും എന്താണ് പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് ലാലാ ലജ്പത് റായി മരണപ്പെട്ടല്ലോ. ഓക്കെ, അദ്ദേഹം മരണത്തിന് ഇടയാക്കിയ വ്യക്തി സാൻഡേഴ്സൺ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ എന്താക്കി വെടിവെച്ച് വന്നു. ഓക്കെ, അതെ. പിന്നെ നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ക്ലിയർ. പിന്നെ 1931 മാർച്ച് 23 എന്തായി ഭഗത് സിംഗിനെ രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ് ഇവരെ മൂന്നുപേരെ എന്തായി തൂക്കിലേറ്റി. ക്ലിയർ. പിന്നെ പ്രധാനപ്പെട്ട ലേഡീസ് ഇതിൽ പങ്കെടുത്തിന്, സ്ത്രീകൾ പങ്കാളിത്തം ഏതൊക്കെയാണ്? പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീനാദാസ്, ഇവര് മൂന്നാളും പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു ഇതിൽ. ഓക്കെ, റെഡി, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് ഞാൻ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത ബാക്കി പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ ഓവർലോഡ് ആവും. നമ്മൾ പറഞ്ഞത് എന്താ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടി നമ്മൾ ടോപ്പിക്കിലോട്ട് വന്നിട്ടില്ല, ഇനി ഞാൻ പറയാം. ഇതിന്റെ അടുത്ത സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ INC രൂപീകരണമാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കൂടുതൽ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്താക്കുക ഞാൻ ഇവിടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. INC രൂപീകരിക്കുന്നത് 1885 ഓക്കെ, INC രൂപീകരിക്കുന്നത് മിനിറ്റ്, ഞാൻ ഇവിടെ ഇതാട്ടോ. ഓക്കെ, INC രൂപീകരിക്കുന്നത് ഏത് വർഷമാണ്? 1900 അല്ല, 1000 കേട്ടോ, അനോട്ടേഷൻ കിട്ടുന്നില്ല. ഓക്കെ, INC രൂപീകരിക്കുന്നത് 1885 INC രൂപീകരിക്കുന്നത് ഡിസംബർ 28. ഓക്കെ, ഡിസംബർ 28. എവിടെയാണ് സ്ഥലം? ഇതൊക്കെ SCRT NCRT ഉള്ളതാണ് കേട്ടോ. ഗോകുൽ ദാസ് സംസ്കൃത് കോളേജ്. ഓക്കെ, ഗോകുൽ ദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, സംസ്കൃത കോളേജ്. ഓക്കെ, സ്ഥാപകൻ ആരാണ്?
എ ഒ ഹ്യൂം, എല്ലാവർക്കും അറിയാം, എ ഒ ഹ്യൂം. അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ. ഓക്കെ. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. WC ബാനർജി വളരെ സിമ്പിളാണ്. WC ബാനർജി എല്ലാവർക്കും അറിയാവുന്ന സംഭവം. എത്ര പേര് പങ്കെടുത്തു? 72 പേർ പങ്കെടുത്തു. ഉം. ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ കോളറ പിടിപെട്ട് കാരണം അതെന്തായി, ഒഴിവാക്കി. ഓക്കെ. പിന്നെ ഇതിന് മറ്റൊരു പേരുണ്ട്, സേഫ്റ്റി വാൾവ് തിയറി. ഓക്കെ. അതിനർത്ഥം വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ INC രൂപീകരിച്ചതെന്നൊക്കെ പറയുന്നു. ഓക്കെ. ഈ INC-യിലാവുമല്ലോ ശ്രദ്ധ. പിന്നെ വലിയ വലിയ എന്താ പറയാ, വലിയൊരു കാര്യത്തിലോട്ടൊന്നും, വലിയ പ്രതിഷേധത്തിലോട്ടൊന്നും പോകാതെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന് എന്തായി, ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ. അതാണ് സേഫ്റ്റി വാൾവ് തിയറി എന്നറിയപ്പെടുന്നു. അത് എഴുതി വെച്ചോ, സേഫ്റ്റി വാൾവ് തിയറി. ഓക്കെ. സേഫ്റ്റി വാൾവ് തിയറി മനസ്സിലായാൻ പറഞ്ഞത്. അതായത് ഐ എൻ സി രൂപീകരിക്കാൻ സഹായിക്കുന്നത് ബ്രിട്ടീഷുകാരന്. എന്തിന്? അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താവും, പിന്നെ സമരങ്ങളോ വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോവില്ല, വലിയ വലിയ ശക്തമായ സമരമുറകളിലോട്ട് പോകാതെ അതിലാവും എന്താവും ശ്രദ്ധ. ഓക്കെ. അതെന്തും കാട്ടെ, ജസ്റ്റ് പറഞ്ഞതാണ്. ആ സമയത്ത് വൈസ്രോയി ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിൻ ആണ് എന്ത്, ആ സമയത്തെ വൈസ്രോയി. ക്ലിയർ? അപ്പൊ ഇത്രയും പോയിന്റ്സ് എന്താക്കുക, നിങ്ങളെ മനസ്സിൽ വെക്കുക. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെഷനാണ്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇടാം കേട്ടോ. ഓക്കെ. താങ്ക് യു.